ബഹുഭാഷാ നായിക നടിയും മലയാളിയുമായ നയൻതാരയ്ക്കും ഭർത്താവിനുമെതിരെ പ്രശസ്ത നടൻ നിർമ്മാതാവായ ധനുഷ് അക്രമാസക്തമായ രീതിയിലാണ് പെരുമാറുന്നതും കോടികളുടെ നഷ്ടം ചോദിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് മലയാള സിനിമയിലെ മലയാളിയായ നമ്മുടെ നായികയെക്കുറിച്ച്, നയൻതാരയെക്കുറിച്ചാണ് ഒരു വാർത്ത ഇവിടെ തമിഴിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അവർക്കും അവരുടെ ഭർത്താവിനുമെതിരെ രജനികാന്തിൻ്റെ മരുമകനും ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നേടിയ ധനുഷ് ചന്ദ്രഹാസം ഇളക്കി പുറപ്പെട്ടിരിക്കുന്നു. ചന്ദ്രഹാസം ഇളക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവരെ തകർക്കാൻ വേണ്ടി. ഇപ്പോൾ പറയാൻ കാരണം 10 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് ധനുഷിന് കൊടുക്കണം. അതിനെതിരെയാണ് നയൻതാര പ്രതികരിച്ചിരിക്കുന്നത്. നയൻതാര പ്രതികരിച്ചപ്പോൾ നയൻതാരയെ അനുകരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ധനുഷിനോടൊപ്പം അഭിനയിച്ച മലയാളത്തിലെ ചില നടികൾ, കുറേ പ്രശസ്ത നടികൾ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നു. എന്താണ് സത്യാവസ്ഥ? ഈ സത്യാവസ്ഥയുടെ പുറകിലേക്ക് നമ്മൾ പോകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നയൻതാര അത്രയ്ക്കും മോശം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. ഞാനും നയൻതാരയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ എഴുതിയിട്ടുണ്ട്. അത് തെറ്റിദ്ധാരണ ആയിരുന്നില്ല. ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, അഹങ്കാരങ്ങൾ കാണിച്ചത് കൊണ്ടാണ് നയൻതാരയുടെ അങ്ങനെയുണ്ട്. കാരണം നയൻതാര സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിൽ നടിയായി വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ മംഗളം ഓഫീസിലേക്ക് വരുത്തി സിനിമാ മംഗളത്തിൻ്റെ ഓണത്തിൻ്റെ കവർ അടിക്കാൻ വേണ്ടി ഫോട്ടോസൊക്കെ നിങ്ങൾ എടുത്തിട്ടുള്ളതാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള നയൻതാര നടിയായി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഈഗോ വർക്കൗട്ട് ചെയ്ത് പെരുമാറി എന്നുള്ളതാണ്. അതിനെതിരെ ഞങ്ങൾ എഴുതുകയും ചെയ്തു. ആ എഴുത്ത് ഒരു കോംപ്രമൈസിലേക്കല്ല പോയത്. കാരണം നയൻതാര പിന്നെ വളർന്നുകൊണ്ടേയിരുന്നു. ആ വളർച്ചയ്ക്കിടയിൽ അവർക്ക് ആരോടും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെയും കുറേ കാലം കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു ശീത സമരം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ കോട്ടയത്ത് CMS കോളേജിൽ സിദ്ദിഖ് സംവിധാനം ചെയ്ത ബോഡി ഗാർഡിൻ്റെ ഷൂട്ടിംഗ് നടക്കാൻ പോവാണ്. അപ്പോൾ നയൻതാരയാണ് പ്രധാന കഥാപാത്രം. നയൻതാര, ദിലീപ്, കൊച്ചിൻ ഹനീഫ, ഉണ്ടപ്പക്ക് അജയൻ, അങ്ങനെ കുറേ പേര് ആ സിനിമയിൽ CMS കോളേജിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിനടുത്താണ് CMS കോളേജ് എന്ന് ആലോചിക്കണം. എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ വരാം. അപ്പോൾ ഞങ്ങളവിടെ പോകുന്നു. പോയിട്ട് നയൻതാരയുടെ ഇൻ്റർവ്യൂ ആണ് ഞങ്ങൾക്ക് അത്യാവശ്യം വന്നു വേണ്ടിയിരുന്നത്. കാരണം ഒരു നല്ല ഇൻ്റർവ്യൂ അത്രേ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ. അവർ അറ്റാക്ക് ചെയ്യാനൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാനത് സിദ്ദിഖായിട്ട് സംസാരിച്ചു. സിദ്ദിഖ് ചിരിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് നിങ്ങൾ തന്നെ പരിഹരിച്ചാൽ മതി. ഒരാളെക്കുറിച്ച്, നയൻതാരയെക്കുറിച്ച് നിങ്ങളിങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ സാധനമൊക്കെ എഴുതിയിട്ട് വീണ്ടും അവരോട് ഇൻ്റർവ്യൂ എടുക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ മടിയെന്ന് ഞാൻ ചോദിക്കും. പക്ഷെ നിങ്ങളുടെ സെറ്റാണ്, അവരെന്നോട് മോശമായിട്ട് പെരുമാറി, ഞാനും മോശമായിട്ട് പെരുമാറും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സിദ്ദിഖ്, നിങ്ങൾ സംവിധായകനാണ് ചോദിക്കുന്നത് ആലോചിക്കണം. എന്തായാലും എൻ്റെ ഇൻ്റർവ്യൂ തരാം. സിദ്ദിഖ് അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും ഒരു ഉച്ചയ്ക്ക് ഫുഡിന് പിരിഞ്ഞപ്പോൾ ഞാൻ നയൻതാരയെ സമീപിച്ചു. നയൻതാര ഒരു ഇൻ്റർവ്യൂ വേണം എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ തരാം എന്നവർ പറയുന്നു. ഇൻ്റർവ്യൂ തരാം എന്ന് പറഞ്ഞെങ്കിലും എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം തന്നില്ല. പക്ഷേ കുറേ മണിക്കൂറുകൾ നയൻതാരയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തു വെക്കേണ്ടി വന്നു ആലോചിക്കണം. അപ്പം മനഃപൂർവ്വം അവർ ഞങ്ങളോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് തന്നെ എങ്ങനെ ഞങ്ങളുടെ ഓഫീസിൽ ആദ്യമായി വന്നവരുടെ പടങ്ങളെടുത്ത് കവറടിച്ച് സിനിമക്കാരാവുന്നതിന് മുമ്പ് അങ്ങനൊരു ഈഗോ വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഒരു കോംപ്രമൈസിനും, നയൻതാരയുടെ ഒരു കോംപ്രമൈസിനും ഞങ്ങൾ പോയില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് സിനിമയിൽ തന്നെ 2-3 പേര് പറഞ്ഞു, സിദ്ദിഖ് മാത്രമല്ല കേട്ടോ, പലരും പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നൊരു കഥാപാത്രമല്ല നയൻതാര, അവർ നല്ല സ്ത്രീയാണെന്ന് ആലോചിക്കണം. അവരങ്ങനെ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അവർ വരേണ്ടവർ. അവരെ സെറ്റിൽ അവർ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അവർ കൃത്യസമയത്ത് തന്നെ ലൊക്കേഷനിൽ വരും. അവർ കാരണം ഒരു സിനിമയും മുടങ്ങിയിട്ടില്ല എന്നാലോചിക്കണം. അവർ കാരണം സിനിമയ്ക്ക് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല എന്നായിരിക്കണം. അവർ അമിതമായിട്ട് പ്രതിഫലവും ചോദിക്കാറില്ല എന്നാലോചിക്കണം. അവർ പ്രതിഫലം കണക്ക് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനവർക്ക് കാരണം കൊണ്ടായിരിക്കും എന്നാലോചിക്കണം.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ശീത സമരം നിർത്തുന്നതല്ലേ നല്ലത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളത് വിട്ടു. കാരണം നമുക്ക് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള ശത്രുതയൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോഴും എഴുതുന്ന ഒരു കാര്യമുണ്ടെന്ന് ആലോചിക്കണം. ഈ നയൻതാര സത്യത്തിൽ ചൂഷണം ചെയ്യപ്പെട്ട ഒരു നടിയേക്കാൾ ഉപരി സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു യുവതിയാണെന്ന് ആലോചിക്കണം. അവർക്കുണ്ടായ തിക്താനുഭവങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്നേഹത്തിന് വേണ്ടി കൊച്ചു സ്നേഹിക്കുമ്പോൾ ജാതിയും മതവും സംസ്ഥാനവും ഒന്നും നോക്കിയിട്ടില്ല എന്നാലോചിക്കണം. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന് ആദ്യമുണ്ടായ എന്താ ചിലമ്പരശനുമായിട്ടുള്ള പ്രശ്നങ്ങളാണത്. അത് കച്ചവട രീതിയിലാണ് അവർ തമ്മിലുള്ള ചുംബന രംഗം ഫ്ലക്സിൽ. അത് പിന്നെ ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും വൾഗാരിറ്റി ആയിട്ടാണ് ചെയ്തത്. അങ്ങ് അത്രയും ചൂഷണം ചെയ്തു. ആ ചൂഷണം ചെയ്തു മാത്രമല്ല, പിന്നെ പ്രണയം വന്നിരിക്കുന്നു. പ്രണയത്തിന് വേണ്ടി വേറൊരു വലിയ സംവിധായകൻ, നൃത്ത സംവിധായകൻ, നടൻ കൂടിയായ ഒരു നടനെ അവർ പരസ്പരം പ്രേമിച്ചു. ആ നടന് മുൻപ് ഭാര്യ ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർ രണ്ടാം ഭാര്യയായിരിക്കാൻ സ്നേഹത്തിന് കുടിച്ചു അയാൾ മാന്യമായിട്ട് പെരുമാറിയതാണ്. അയാൾക്ക് വേണ്ടി അയാളെ സ്വന്തമാക്കണമെങ്കിൽ മതം മാറണമെന്ന് പറഞ്ഞു നയൻതാര. അയാൾക്ക് വേണ്ടി മതം മാറിയിട്ടോ ഈ എന്തൊക്കെ നയൻതാരന് ലഭിക്കാവുന്ന അതെല്ലാം എടുത്തതിന് ശേഷം കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന് ആലോചിക്കണം. ജീവിതം ശരിക്ക് തകർന്ന് സിനിമയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു നടിയായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുമായിരുന്നു ആലോചിക്കണം. അല്ല, ആത്മഹത്യ ചെയ്യല്ല, താൻ തിരിച്ചു വരും. തൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ താൻ ഒരു നടിയാണ്, സൂപ്പർ സ്റ്റാറുകളില്ലാതെ സിനിമ ചെയ്യണം. അങ്ങനെ തെലുങ്ക്, കന്നഡ, തമിഴ് സിനിമകൾ ചെയ്തുകൊണ്ട് ഒരു തിരിച്ചുവരവാണ് നയൻതാര നടത്തിയത്. ആ തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. അവർ സൂപ്പർ സ്റ്റാറുകളല്ല അവർക്ക് നായകന്മാരായിട്ട് വന്നിട്ടുള്ളത്. അവർക്കത് വേണ്ട എന്ന് പറഞ്ഞു. എന്നെ വിശ്വസിച്ചാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ സിനിമ ചെയ്യണം. അങ്ങനെ ഇവിടെ ഫിലിം ബൈ നയൻതാര എന്ന് എഴുതത്തക്ക രീതിയിലാണ് സിനിമകൾ ഹിറ്റായിക്കൊണ്ടിരുന്ന ആലോചിക്കണം. ആ ഹിറ്റായിക്കൊണ്ടിരുന്നപ്പോൾ അവരോടൊപ്പം അഭിനയിക്കാൻ സൂപ്പർ സ്റ്റാറുകളുടെ പേരെ അവർ പറഞ്ഞിരുന്നില്ല ആലോചിക്കും. മാത്രമല്ല ഓരോ സെറ്റിലും അവർ ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് കുറേ ഗ്രൂപ്പുകളുള്ളത് അറിയുന്നത്. ഈ സെറ്റിൽ എല്ലാവരോടും പ്രൊഡക്ഷണൽ വർക്ക് ചെയ്യുന്നവരോടൊക്കെ വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അവർ സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു. ഷൂട്ടിംഗ് പാക്കപ്പായി തിരിച്ചു വരാൻ സമയത്ത് എല്ലാവർക്കും തന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ പ്രൊഡക്ഷണൽ ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു ആലോചിക്കണം. അവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അവർ പറയും ഹെൽപ്പ് ചെയ്യാം, എന്നോട് പറഞ്ഞു എന്ന് വെച്ചാൽ. ഒരു പ്രൊഡക്ഷണൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽ മരിച്ചപ്പോൾ മറ്റു പ്രൊഡ്യൂസർമാർ ചെയ്യാത്ത പോലും സഹായങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി നയൻതാര ചെയ്തു എന്നാണ് അറിയുന്നത്. ഇങ്ങനെ പലതും. അപ്പോൾ കണക്ക് പറഞ്ഞ് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് കാരണങ്ങളുണ്ടാവും എന്നാലോചിക്കണം. ഞാനിതിപ്പോൾ പറയാൻ കാരണം, ഇപ്പോൾ 10 കോടി ആവശ്യപ്പെടുന്ന ധനുഷിൻ്റെ കാര്യമെടുക്കാം. ധനുഷിൻ്റെ സിനിമ, ധനുഷ് പ്രൊഡ്യൂസറായിട്ട് ചെയ്തൊരു സിനിമയാണെന്ന് ആലോചിക്കണം. ആ സിനിമയിൽ സംവിധാനം ചെയ്യാൻ അവസരം കൊടുത്ത് നയൻതാരയുടെ ഭർത്താവായ വിഘ്നേഷ് ശിവനെയാണെന്ന് ആലോചിക്കണം. ആ വിഘ്നേഷ് ശിവൻ ആ പടം ചെയ്യുമ്പോഴാണ് നയൻതാര വിഘ്നേഷുമായിട്ട് പ്രണയത്തിലാവുന്നത്. പ്രണയത്തിലാവുന്നത് ധനുഷിന് ഇഷ്ടമായിരുന്നില്ല എന്നാലോചിക്കണം. ഇഷ്ടമായില്ല എന്ന് മാത്രമല്ല, ഭൂരിഭാഗവും സമയവും പ്രണയത്തിൻ്റെ പേരിൽ കാരവലിലാണ് ചെലവഴിച്ചതെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ കുറേ സമയം ചെലവഴിച്ചുകൊണ്ട് തൻ്റെ ബഡ്ജറ്റിന് അപ്പുറത്ത് ബഡ്ജറ്റ് വന്നുകൊണ്ട് കുറേ നഷ്ടം വന്നു എന്നാണ് അന്ന് ധനുഷ് വന്നിരുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രതികാരം ഈ ധനുഷിനുണ്ടായിരുന്നു. കാരണം ഏകദേശം മാത്രമല്ല, ആ പടത്തിൽ അഭിനയിക്കാൻ നയൻതാര 10 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് എന്നാണ് ഒരിക്കൽ ധനുഷ് പറഞ്ഞതെന്ന് ആലോചിക്കണം. അതേ സ്ഥാനത്ത് ആ പടത്തിലെ നായകനായിരുന്ന വിജയ് സേതുപതി ഒന്നും വാങ്ങിയിട്ടില്ല എന്നുകൂടി ധനുഷ് പറയുകയുണ്ടായി. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഈഗോ വർക്കൗട്ട് ചെയ്തതാണ്. ഇടക്കാലത്ത് വെച്ച് ഈ സിനിമ മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, ഈ സിനിമ നിർത്തിവെക്കാൻ ഒരു ശ്രമം നടത്തി. അതായത് ഈ നയൻതാരയും ഈ വിഘ്നേഷ് ശിവനും തമ്മിലുള്ള ബന്ധം മുറുകി വരുന്നത് കൊണ്ട് അങ്ങനെ അവനിപ്പോൾ ഈ പടത്തിൽ കൂടെ ഇഷ്ടപ്പെട്ടുണ്ടായെന്ന് വിചാരിച്ചു ആ പടം നിന്നു പോകുന്ന അവസ്ഥയിൽ ഈ നയൻതാരയാണ് സാമ്പത്തിക സഹായം ചെയ്ത് ആ സിനിമ പൂർത്തിയാക്കിയെന്നൊരു വാർത്തയുണ്ടെന്ന് ആലോചിക്കണം. പക്ഷേ അവർ പ്രണയിച്ചു, അവർ കല്യാണം കഴിച്ചു. അതിന് പലർക്കും ഇഷ്ടമുണ്ട്, ഇഷ്ടക്കേടെന്ന് ആലോചിക്കാം. മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. ഇങ്ങനെ കണക്ക് പറഞ്ഞ് ധനുഷിൽ പോലും പണം വാങ്ങി
നയൻതാര വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കണം. അത് ധനുഷിൻ്റെ വാക്കുകൾ തന്നെ വന്നിട്ടുള്ളതാണത്. ധനുഷിൻ്റെ മറ്റൊരു പടത്തിലേക്ക്, അതായത് നായികയായി കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ പറയുന്ന പണം എണ്ണിത്തരാൻ നിർമ്മാതാവാക്കുള്ളപ്പോൾ ധനുഷിൻ്റെ ഒരു സിനിമയിലേക്ക് ഒരു നൃത്തരംഗം മാത്രം ചെയ്യാൻ വേണ്ടി ഈ നയൻതാരയെ സമീപിച്ചു. വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. അവിടെ നൃത്തം ചെയ്യാൻ പോയി എന്ന് മാത്രമല്ല, ആ നൃത്തത്തിന് 5 രൂപ പോലും നയൻതാര വാങ്ങിയിട്ടില്ല എന്ന് ധനുഷ് തന്നെ മുമ്പൊരിക്കൽ അഭിമുഖത്തിൽ പറയുകയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തൊരു നയൻതാരയോട് ഇപ്പോൾ ഈ ക്രൂരത കാണിക്കേണ്ടിയിരുന്നു. എന്താണ് ക്രൂരത എന്നുള്ളതാണ്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം കവർ ചെയ്യാൻ നെറ്റ്ഫ്ലിക്സ് എന്നുള്ള വലിയ സിനിമകളെല്ലാം കൂടി വലിയ കമ്പനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വേറെ ആർക്കും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നായിരിക്കും. അപ്പോൾ അവരാണിതെല്ലാം കോൺട്രാക്ട് എത്രയും കോടികൾ വില കൊടുത്ത് അവരുടെ കംപ്ലീറ്റ് വിഭാഗത്തിൻ്റെ എല്ലാ അവരാണ് ഷൂട്ട് ചെയ്തെന്നായിരിക്കണം. പിന്നീട് ഈ ഷൂട്ട് ഇവരെക്കുറിച്ചൊരു വേറൊരു ഡോക്യുമെൻ്റ് ചെയ്യേണ്ട അവസരത്തിൽ ധനുഷിനെ സമീപിച്ചുകൊണ്ട് ഈ രണ്ടുപേരും തമ്മിലുള്ള രംഗങ്ങൾ കുറച്ച് സാധനം ഷോർട്സുകൾ വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. നയൻതാരയും ഭർത്താവിൻ്റെയും സിനിമയിലും ചില സീനുകൾ വെച്ചപ്പോൾ ഇയാൾ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തരില്ല എന്ന് പറഞ്ഞു പോയി. പിന്നീട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ആ ലൊക്കേഷൻ, നമ്മളിപ്പോൾ നിയമങ്ങൾ മാറിയിട്ടല്ലോ, ലൊക്കേഷനിൽ നയൻതാരയും നയൻതാരയുടെ ഭർത്താവായി വന്ന വിഘ്നേഷ് ശിവനും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചില ഷോർട്ട് സീനുകളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ആ സീനുകളെല്ലാം ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഡോക്യുമെൻറ്റിൽ അവർ ഉപയോഗിച്ചു എന്നതായിരിക്കണം. ആ ഉപയോഗിച്ചത് 3 സെക്കൻഡോ 3 മിനിറ്റോ എന്ന് പറഞ്ഞാൽ ശരി, അതിനാണ് 10 കോടി രൂപ ഈ ധനുഷ് ആവശ്യപ്പെട്ടത്. കാരണം അത് ധനുഷിൻ്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, പകർപ്പവകാശത്തിൻ്റെ പേരിലുള്ളതാണ്. അതുകൊണ്ടാണത് ചോദിച്ചിരിക്കുന്നത് വായിക്കും. അങ്ങനെ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവാദത്തിനെതിരായിക്കൊണ്ട് നയൻതാര ധനുഷിന് എതിരായി വന്നിരിക്കുന്നത് ആലോചിക്കണം. അപ്പം അങ്ങനെ ഒരു കോൾഡ് വാറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഈ നയൻതാരയും ഭർത്താവും സംസാരിച്ചിരിക്കുന്ന പടം അതെങ്ങനെ പകർപ്പവകാശ ലംഘനമാകും, സിനിമയിലെ സീൻ അല്ലല്ലോ എന്ന് ചോദിക്കുക. ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ലൊക്കേഷൻ മൊത്തം എല്ലാം ധനുഷിൻ്റെ അവകാശപ്പെട്ടത് ആണ് എന്നുള്ള നിയമത്തിനാണ് വന്നു ചേർന്നിരിക്കുന്നത്. അങ്ങനെ വന്നു ചേരുമ്പോഴും ഈ 3 മിനിറ്റുള്ള ചെറിയ സാധനത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ശരിയും തെറ്റുമൊക്കെ ഇനി കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ഇനി കോടതി തീരുമാനിക്കട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ തീരുമാനിക്കുമ്പോഴും നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, നന്മ നിറഞ്ഞ മനസ്സുള്ള ഒരു അഭിനേത്രിയാണ് നയൻതാര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.